യെസ്. അടുത്തത് യെസ് ആണല്ലേ. ഹലോ, അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ ഇന്ന് റിയൽ വാറിൻ്റെ അടുത്തൊരു ഫ്രോഗ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. റിയൽ വാറിൻ്റെ ബോൾട്ട് മാക്സ് എന്ന് പറയുന്നൊരു ഫ്രോഗാണിത്. ഏകദേശം 9 ഗ്രാമോളം വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ നീളം, 420 രൂപ വില വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോഗ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാൻ ഈ കുറച്ച് കാലമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റാണ് ഈ ഫ്രോഗ് എന്ന് പറയുന്നത്. സംശയമില്ലാത്ത കേസാണ്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാകും കേട്ടോ. എന്തായാലും ഞാൻ ഈ ഫ്രോഗ് ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂറ് വരുന്നത്. ഇത് ഒരു ഹാൻഡ് മെയ്ഡ് ലൂറാണ്. അതിന് രണ്ട് സ്പിന്നറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഒരു എൽ ഷേപ്പാണ്. പിന്നുള്ളത് ഇത് അത്യാവശ്യം നല്ല സൗണ്ടാണ് സാധനത്തിന് കേട്ടോ. പിന്നത്തെ വേറൊരു ഇത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം ചെറിയ വരാലൊക്കെ കയറി അന്യായി കയറും. അത് കയറുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇതിലാണ് കേട്ടോ, ഈ സ്പിന്നറാണ് വരുന്നത്. കുറച്ചുകൂടെ വലിപ്പമുള്ള സാധനം കയറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കയറി വരുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിലൊരു സിവിൽ കൊടുത്തിട്ടുണ്ട്. ഈ സിവിൽ അത്യാവശ്യം എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. ഈ ഫ്രോഗിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു 10-14 മീൻ മേളിൽ പിടിച്ചിട്ടുണ്ട്. ഇതിന് ഇതുവരെ റബ്ബറിനൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ഇത് ഇപ്പോഴും വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ അതുപോലെ പിടിച്ചിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്രോഗ് അല്ലാത്ത ഒരു സാധനം ഞാൻ ഈ വലിയ ലോങ് വീഡിയോ ചെയ്യാറില്ല. അതായത് എനിക്കൊരു ഷ്യൂരിറ്റി വേണം. അതായത് നമ്മൾ ഈ ലോങ് വീഡിയോ ചെയ്യുന്ന ഫ്രോഗുകൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ, ഈ റിയൽ വാരിയറിൻ്റെ ഫ്രോഗുകൾക്ക് ചില ക്വാളിറ്റി കുറവാണല്ലോ എന്ന്. അപ്പോൾ നമുക്കൊരിക്കലും ഏതൊരു ടാക്കിൾ എടുത്താലും അതിൻ്റെ 100% എഫിഷ്യൻസി നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഒടിയത്തില്ലെന്നോ പൊട്ടത്തില്ലെന്നോ, ലൈനാണെങ്കിൽ പൊട്ടത്തില്ല, റോഡാണെങ്കിൽ ഒടിയത്തില്ല, ലൂറാണെങ്കിൽ 100% മീൻ കിട്ടും, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉപയോഗിക്കുന്ന ആൾ, അതുപോലെ തന്നെ ചിലപ്പോൾ ലൂറിൻ്റെ ക്വാളിറ്റി, അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. പിന്നെ ഉപയോഗിക്കുന്ന ആളുടെ പ്രത്യേകത, അടിക്കുന്ന മീനിൻ്റെ പ്രത്യേകത, ഇതെല്ലാം ഒരു ലൂറിൽ മീൻ കിട്ടുന്നതിനെ സ്വാധീനിക്കും. അതുപോലെ തന്നെ ലൂറ് പോകുന്ന കാര്യം, നിങ്ങളാണ് ഒരു ലൂറ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ എത്ര ഒരു റിവ്യൂ തന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ലൂറ് പോയി കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ റബ്ബർ ക്വാളിറ്റിയൊക്കെ എത്രത്തോളം ഉണ്ട്. നമ്മളൊന്ന് കൈ പിടിച്ച് നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു പിടി കിട്ടും. അപ്പം നിങ്ങൾ എന്തായാലും അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ലൂറാണ്, അത്യാവശ്യം പൈസയുള്ള ഒരു ലൂറ് തന്നെയാണ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്നെ സാധനം ഉപയോഗിച്ചാലും മീനില്ലെങ്കിൽ മീൻ അടിക്കത്തില്ല. നമ്മൾ 19,000 രൂപയുടെ ഒരു ലൂറ് മേടിച്ചുകൊണ്ട് പോയാലും മീൻ അടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മീൻ വേണം എന്നൊരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ മീനിൻ്റെ ഉള്ള ലൊക്കാലിറ്റിയാണ് നമ്മൾ പിന്നെ കണ്ടുപിടിക്കേണ്ടത്. നല്ലൊരു ലൂറ്, അതുപോലെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ലൂറ്, അതുപോലെ തന്നെ ഒരു അത്യാവശ്യം മീൻ അടിക്കും എന്ന് ഉറപ്പുള്ളൊരു സ്ഥലം. ഇത് രണ്ടും നമുക്കില്ലെങ്കിൽ നമ്മൾ എന്ത് സാധനം മേടിച്ചാലും അത് വേസ്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ ലോങ് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതുപോലെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾക്ക് ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അത് ഞാൻ ഷുവർ പറയുന്ന സാധനമാണ്. ഞാൻ പിടിച്ചിട്ട് ഉറപ്പ് പറഞ്ഞിരിക്കുന്ന സംഗതികളാണ്. അതിനോടിപ്പം പലരും ചോദിക്കാറുണ്ട്, റോഡിൻ്റെ റീലിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയും. അതിൻ്റെ ക്വാളിറ്റിയിൽ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ അത് പറയത്തുള്ളൂ. ഉപയോഗിച്ചിട്ടുള്ള സാധനമാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഫ്രോഗ് മേടിച്ചിട്ട് നമുക്ക് മീൻ നന്നായിട്ട് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രോഗിന് പ്രത്യേകിച്ച് ഇതുവരെ ഒരു കംപ്ലയിൻറ്റും ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, ഫ്രോഗിന് ഒരു കംപ്ലയിൻറ്റും ഇല്ല. മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട്. 10-14 എണ്ണത്തിന് പിടിച്ച് വരാലാണ്. അത്യാവശ്യം നല്ല പല്ലുള്ള മീനുകളെല്ലാം കയറ്റിയിട്ടുണ്ട്. നല്ലപോലെ ഫ്രോഗ് കടിച്ച് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. എന്നാൽ പോലും ഫ്രോഗ് ഒന്നും കീറുകയോ, ഇതുപോലെ ഈ സൈഡൊക്കെ കീറുന്നതാണ് കേട്ടോ, ഈ ഫ്രണ്ടിൽ. പക്ഷേ ഇതുവരെ നമുക്ക് ഇതിനങ്ങനെ കീറൽ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ബോൾട്ട് മാക്സിലാണ് നമ്മളിന്ന് പിടിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഫ്രോഗ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ നന്നായിട്ട് തന്നെ വാച്ച് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അതിന് പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഫ്രോഗ് അടിച്ച് റബ്ബർ ശരിക്കും മാറി പോകുന്നുണ്ട്, കയറി പോവുക ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് പിന്നീട് അത് ഏത് രീതിയിൽ അത് ഉപയോഗിച്ചിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ, അപ്പോൾ നമ്മുടെ ബോൾട്ട് മാക്സ്, റിയൽ വാരിയറിൻ്റെ ബോൾട്ട് മാക്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഡേ ആണ്, നമ്മൾ എറിയാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രൈഡ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടോർക്കിൻ്റെ എലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രൈഡ് ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് എറിഞ്ഞ് നോക്കാം എല്ലാം കിട്ടുമെന്ന്. പിന്നെ എടുത്തിരിക്കുന്ന റോഡ് ഫാൻറ്റം സ്നാപ്പറാണ്. കുറേ ദിവസം എടുത്തിട്ട് അപ്പം നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കണ്ട പറ്റിക്കുക കേട്ടോ, അത്യാവശ്യം മീൻ കാണണം. കഴിഞ്ഞ ദിവസം മീൻ പിടിച്ചതുമാണ്. നമുക്കൊന്ന് എറിഞ്ഞ് നോക്കാം. ഫസ്റ്റ് മീൻ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോൾട്ട് മാക്സ്, എനിക്ക് തോന്നിയതേ ഉള്ളൂ കേട്ടോ, അടിക്കാതിരിക്കത്തില്ല നമുക്ക് ഉറപ്പായിരുന്നു. ചെറിയ മീനാണ് കേട്ടോ. പിന്നെ കറക്റ്റ് കണ്ണിക്കൂടിയൊക്കെ ഇരിക്കുന്നത് ചെറിയ മീനാണ്. പക്ഷേ എടുക്കാതിരിക്കാൻ നമുക്കൊരു വകുപ്പില്ല കേട്ടോ. ഉണ്ടോ, നമ്മുടെ മറ്റേ വളർത്തുവരാലാണേ. എൻ്റെ ഇത് കണ്ടോ, നല്ല വിശറി പോലെ വിരിഞ്ഞ് നിൽക്കുന്നത്. ഓക്കെ, കവർ എടുക്കാതെ
നമ്മളിന്ന് എന്തായാലും ഇറങ്ങത്തില്ലെന്ന് ഞാൻ തന്നെ ഓർത്തിട്ടായിരുന്നു കേട്ടോ. അതേ നമ്മുടെ ബോൾട്ട് മാക്സിലെ ഫസ്റ്റ് മീൻ ഫസ്റ്റ് സാധനം കയറിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കണം. റബ്ബർ ക്വാളിറ്റിയൊക്കെ പിടിച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ. എറിഞ്ഞ് പിടിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. ആ ഒരെണ്ണം കിട്ടിയടാ. അടിക്കുന്നുണ്ട് പക്ഷെ കയറുന്നില്ല, ചെറുതാ. ആണോ മീനോ? ആണല്ലേ, അത് കയറിയതാണ്. അത് നമ്മുടെ രണ്ടാമത്തെ മീൻ. ചെറിയ മീനാണ് കേട്ടോ, കണ്ണനാണ്, ചെറുതാണ്. അത്യാവശ്യം കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഇത് കണ്ടോ അവിടെ വെള്ളവരാല് കേട്ടോ. ഉയ്യോ ഇത് മഴക്കാറില്ലടാ, എൻ്റെ പിന്നെ മഴക്കാർ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ബോൾട്ട് മാക്സിൽ രണ്ടാമത്തെ മീൻ കേട്ടോ. ഉയ്യോ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈ സൈഡിലൊക്കെ ഇപ്പുണ്ട്. അടുത്ത കയറി വരുന്നുണ്ട് നമ്മുടെ മൂന്നാമത്തെ മീൻ. ചെറിയ മീനാണ് കേട്ടോ. യെസ്, നേരെ കറക്കി എടുത്ത് കരയിലിട്ടൊക്കെ മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടിച്ച് കറക്റ്റ് കണ്ണിനിട്ടാണ് കേട്ടോ ഹുക്കപ്പായത്. കണ്ണായിട്ടാണ് ഹുക്കപ്പായത്. നമുക്ക് നേരെ കവറിനകത്ത് വെച്ചിട്ടിടുക. അതാണ് നമ്മൾ കയ്യിൽ പിടിക്കേണ്ട ആവശ്യം വരത്തില്ല. അയ്യോ ചാടല്ലടാ. നല്ല ഹുക്കപ്പാണ്, അത്യാവശ്യം സൂപ്പർ ഹുക്കപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മീൻ മാക്സ് പുറകോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ റബ്ബറിന് വേറെ കുഴപ്പമൊന്നും ഇതുവരെ നമ്മൾ സ്പോട്ട് ചെയ്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാവേ. ഓക്കെ, ഈ ചോട്ടിൽ നിന്നൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അടുത്തത് അടുത്ത് പറഞ്ഞുതരാം. പുറകെ ഫോളോ ചെയ്ത് വന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല സാധനമാണ്. ഇടുക്കനടിയായിരുന്നു കേട്ടോ. അവൻ ആ ഫോളോ ചെയ്ത് വന്നിങ്ങ് പുറകെ വന്നു കേട്ടോ. ഞാനവിടെ ഒന്നും മടുപ്പിച്ചപ്പോൾ അവൻ വേറെ പുറകെ ഫോളോ ചെയ്തിങ്ങ് കയറി വന്ന്. യെസ്, വേണ്ട നല്ല ഹുക്കപ്പാണ് കേട്ടോ. സൂപ്പർ ഹുക്ക. ഒറ്റ ഹുക്കയിലാണ് കയറി പോകുന്നത്. അടുത്ത് കയറി. പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും കൊടുക്കണം കേട്ടോ, നേരെ വലിച്ചാൽ മതി. നല്ല സൗണ്ടാണ് സ്പിന്നറിന്. അപ്പോൾ നമ്മുടെ ബോൾട്ട് മാക്സ് ആയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബോൾട്ട് മാക്സ് നമ്മൾ കവർ നമ്മുടെ ബാഗിൻ്റെ സൈഡിൽ വെച്ചേക്കാവേ. അതുപോലെ നമ്മുടെ XR ക്രൂസ്, അതുപോലെ തന്നെ ഫാൻറ്റം സ്നാപ്പർ. പിന്നെ ഈ ബ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീലൈറ്റ് ആണ് കേട്ടോ. ഡീലൈറ്റ് ടോർക്ക് എന്ന് പറയുന്നൊരു ലൈനാണിത്. അപ്പോൾ ഇത്ര സാധനമാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. അതിനകത്ത് മീൻ അടിക്കുന്നത് കണ്ടോണ്ടാണ് നമ്മൾ നിർത്തിയത്. നമുക്ക് നോക്കാം നമ്മൾ ഫോഗയിൽ അടിക്കുമെന്ന്. ഒരാളടിയാണ് കേട്ടോ. ഒരാൾ കണ്ടിട്ടുണ്ട് അടി കിട്ടും. പക്ഷെ ഇതുവരെ ദൈവം സഹായിച്ച് ഒരു ഒരാൾ പോലും കണ്ടില്ലെന്ന് തോന്നുന്നു. പറഞ്ഞില്ലേ പൊട്ടിക്കുമെന്ന്. കണ്ടോ ഉണ്ട്. പൊക്കും, നമ്മൾ പൊക്കും, വേറെ കാര്യം.
യെസ്, ഒന്നാമത്തെ വരാൽ കയറിയേ. വിട്ടുപോയി. സൂപ്പർ വരാലാണ്, അത്യാവശ്യം കിടുക്കാച്ചി സാധനം. അവിടെ ഫസ്റ്റ് വരാൽ ബോൾട്ട് മാക്സിൽ, രണ്ടാമത്തെ ദിവസത്തെ നമ്മുടെ ഫസ്റ്റ് വരാൽ. നല്ല സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ, ചാടി അടിച്ചവൻ. വണ്ടിയെ വന്നപ്പോൾ തന്നെ കണ്ടു കേട്ടോ, അവിടെയൊക്കെ മീൻ നിൽപ്പുണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അടി ഇടുക്ക് സാധനമായിരുന്നു കേട്ടോ, അടിപൊളി സാധനം. ഈയിടെ അവൻ്റെ തലക്കെന്തോ ഒരു അടി കിട്ടിയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അടിപൊളി സാധനമായിരുന്നു കേട്ടോ, കിടില സാധനമാണ്. ഇവരായിട്ടെന്തോ ഒരു കീറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അടി തലക്കെട്ടെന്തോ ഒരു അടിയും കിട്ടിയിട്ടുണ്ട്, അടിപൊളി സാധനം. അത് നമ്മുടെ ബോൾട്ട് മാക്സിലെ രണ്ടാമത്തെ മീനൊക്കെ കിടില മീൻ കേട്ടോ. നമ്മുടെ റീലിനെന്തോ ഒരു റീലിൻ്റെ ഇത് ടൈറ്റ് ചെയ്തില്ലായിരുന്നു, വലിയ മീനാണ് കേട്ടോ, അടിപൊളി മീൻ. ഇവനൊക്കെ നേരെ കവറുണ്ടല്ലോ, ഇത് കണ്ടോ, കിടുക്ക് സാധനം, അടിപൊളി. 1 കിലോ ഉണ്ട് കേട്ടോ. യെസ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട് കേട്ടോ, ചെറുതായാലും വലുതായാലും നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നീ എവിടെയാടാ പോകുന്നത്? യു ആർ ഫിനിഷ്ഡ് മാൻ. അവനെ കവറിനകത്തോട്ടിടാം. ചാടി നിൽക്കുവൻ, അടി അടിച്ചവൻ തകർത്ത് കളഞ്ഞു കേട്ടോ അടിച്ച്. നമ്മുടെ ഫ്രോഗിന് വേറെ വിഷയമൊന്നുമില്ല, കണ്ടല്ലോ. യെസ്, കയറിയിട്ടുണ്ട്. പാടാ ഇവിടെ നമ്മുടെ 3ാമത്തെ മീൻ കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ, പക്ഷെ കുഴപ്പമില്ല, നമ്മളെന്തായാലും എടുക്കും. നമുക്കിന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാരണം നമ്മൾ ഇവന്മാരെല്ലാം പൊക്കുവാണ്. യെസ്, നല്ല ഹുക്കപ്പാണ്, അണ്ടർഗ്രൗണ്ട് വരെ ഹുക്കപ്പായിട്ടുണ്ട്. യെസ്, അപ്പോൾ അത് നമുക്ക് 3 മീൻ കിട്ടിയിട്ടുണ്ട് ഇന്ന്, അടിപൊളി. നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. അവിടെ നിന്ന് വരാലുകളുടെ സമയം മൊത്തം മാറ്റിയത് ഈ ഒറ്റ ഒരുത്തനാണ് കേട്ടോ. ഞാൻ പോകാൻ വേണ്ടി റോഡ് എടുത്ത് വെക്കാൻ തുടങ്ങിയതും ദേ അങ്ങോട്ട് നോക്കി. അവിടെ ഒരു വലിയ വരാല് പൊടിമീനിട്ട് അടിക്കുന്ന സൗണ്ട് കേട്ടോടെ തിരിഞ്ഞു നോക്കി കേട്ടോ. നല്ലൊരു സ്ട്രൈക്കായിരുന്നു. പക്ഷേ ആക്ച്വലി നിങ്ങൾ ക്യാമറയിൽ അത് കാണാനും കേൾക്കാനും ഒക്കുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒന്നുകൂടെ തകർത്ത് കേട്ടോ. പിന്നെ നടന്നത് എന്നാന്ന് നിങ്ങൾ കണ്ടോ. അടുത്തത് കയറിയിട്ടുണ്ട് നമ്മുടെ മീൻ. ഈയോടാ, റീലിൻ്റെ ഒക്കെ പദം വരുമെന്ന് തോന്നുന്നുണ്ടോ. നമ്മൾ അടിക്കുന്ന കണ്ടോ നമ്മൾ എറിഞ്ഞ കേട്ടോ. നേരെ കയറ്റിയിട്ടുണ്ട് ഒരുത്തനെ, അടിപൊളി സൂപ്പർ സൈസ് കേട്ടോ. യെസ്, നല്ല ഹുക്കാണ് കേട്ടോ, പക്ക ഹുക്കപ്പായിരുന്നു. യെസ്, അപ്പോൾ നമ്മുടെ 4 മീൻ കണ്ടല്ലോ. ഫ്രോഗ് ജസ്റ്റ് പുറകോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, ഇത്രയും കേസേ ഉള്ളൂ. യെസ്, അത് കയറിയതാണ്. അപ്പോൾ അതേ നമ്മുടെ അടുത്ത മീൻ കയറി വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു കണ്ടത്തിൽ നിന്നാണ് കേട്ടോ ഇത്ര സാധനം ബുക്ക് ചെയ്ക്കുന്നത്. യെസ്, അടിപൊളി
കിടുക്ക് സാധനം കേട്ടോ, വെള്ളവരാനാണ്. യാ വട 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 വട. നമ്മളെ കണ്ട് 4-ാമത്തെ 5-ാമത്തെ മീനാണ് ഇന്നത്തെ കിട്ടിയിട്ടുണ്ടേ. അടുത്ത മീൻ കയറി വരുന്നുണ്ട്. നമ്മുടെ 7-ാമത്തെ മീൻ. എൻ്റെ പൊന്നെ, അടിപൊളി കിടിലും മീനാണ് കേട്ടോ. ഇന്ന് കയറുന്നതെല്ലാം നല്ല കിടുക്ക മീനാണ്. ഇന്നലെ കയറിയ പോലെ ഒന്നും അല്ല. ലുക്കിംഗ് ഫോർ ദ നെക്സ്റ്റ് വൺ. എല്ലാം ഈ സ്പോട്ടിൽ നിന്നാണ് കേട്ടോ കയറുന്നത്. ഈ സ്പോട്ടിൽ മാത്രം അടിക്കുന്നുള്ളൂ മീൻ. അടുത്തത് കയറി വരുന്നുണ്ട്. സൂപ്പർ മീൻ. ഇതെന്തുകൂടെ ഇന്ന് ചാകരയാണ് കേട്ടോ. നമുക്ക് ഇന്ന് ചാകരയായിരുന്നു. ഇപ്പം 8-ാമത്തെയാണ് മീനാണ് കേട്ടോ. ഇവിടെ എറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് എന്ത് പറ്റിയാണെന്നറിയത്തില്ല, ഒരു മീൻ അടിച്ചു. ഞാൻ പെട്ടെന്ന് ഹുക്കപ്പ് കൊടുത്തു. ഹുക്കപ്പ് കൊടുത്തപ്പോഴത്തേക്കിന് നമ്മുടെ റീല് കറങ്ങുന്ന നിന്നു. അതായത് അതിൻ്റെ ഡ്രാഗ് അവിടെ നിന്നുപോയി. മാത്രമല്ല ലൈൻ ഇടയ്ക്ക് കയറി ഒന്ന് ചുറ്റുകയും ചെയ്തു. പക്ഷേ കൊടുത്ത ഹുക്കപ്പിൻ്റെ പവറും കൊണ്ട് മീൻ അതേലും ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ റീലിൻ്റെ വെടി ഏകദേശം തീർന്നിട്ടുണ്ട്. എന്നെ അടിപൊളി കിട്ടിയ സാധനം കേട്ടോ. ചെറുതായിട്ട് അടിക്കുന്നെങ്കിലും ഉണ്ടല്ലോ, അന്യായ മീനാണ് കേട്ടോ. ചെറുതായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത്, പക്ഷേ മീൻ കിടിലൻ സാധനമാണ് കേട്ടോ. ലോക്ക് വിടിയിച്ചിടണം, ഇല്ലെങ്കിലേ ഉണ്ടോ പിടയ്ക്കുന്നുണ്ടോ ടിപ്പ് ഒടിഞ്ഞു പോകും കേട്ടോ. റോഡിൻ്റെ ലോക്ക് നമ്മളെപ്പോഴും റിമൂവ് ചെയ്തിട്ട് മീനുമായിട്ട് ലോക്ക് ഇതെവിടെ വെക്കാവുള്ളൂ. ഓക്കെ, മീനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ലൈനിൽ ചെറുതായിട്ടൊരു ഡാമേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, നമ്മൾ അപ്പം തന്നെ അവിടെ വെച്ച് ലീഡർ ലൈൻ നമ്മൾ ലൈനിൽ നിന്ന് വിരിയിച്ചിട്ട് തൊട്ടടുത്ത് നിന്നൊരു തകര ഷീറ്റ് ഉണ്ടായിരുന്നു. ആ ലൈൻ പെട്ടെന്ന് വെച്ച് കട്ട് ചെയ്തങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ പുതിയൊരു നോട്ട് കെട്ടിയിട്ട് ലൈൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് പോവാണ്. കാരണം ഇങ്ങനെ നമുക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ലൈൻ ഡാമേജ് ഉണ്ടെങ്കിൽ അത്യാവശ്യം വലിയ മീൻ അടിക്കില്ലെങ്കിൽ ആ അടിക്കുന്ന ഭാഗം ഉൾപ്പെടെ പൊട്ടിപ്പോകും. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ ലൈൻ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മാറ്റേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, അത് കയറ്റിയതാ. വാവ്, സൂപ്പർ. നെക്സ്റ്റ് വൺ 8-9 എങ്ങാണ്ടാണ്. അപ്പം അടുത്തത് കയറിയിട്ടുണ്ട്. യെസ്, കിടുക്കനായിട്ടും കേട്ടോ നമ്മുടെ ഫ്രോഗ്. അടിപൊളി സാധനമാണ്. റിയൽ ബാരിയറിൻ്റെ കിടിലെ ഒരു ഫ്രോഗ് കൂടിയാണ്. അപ്പം നമ്മളിന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഡ്യുവൽ സ്പിന്നറൊക്കെ ഉണ്ട്. സ്പിന്നറിലൊക്കെ അടിച്ച് കുറേ മീനൊക്കെ, കുറച്ച് ചെറിയ മീനാണ് കേട്ടോ. ചെറിയ മീനെല്ലാം സ്പിന്നറിട്ടൊക്കെ അടിച്ച് പറപ്പിച്ച് പോയി കേട്ടോ. അപ്പം അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടി. അതൊന്നും വരെ നമുക്ക് മീൻ അടിച്ച് കിട്ടി. അപ്പം ഈ ഒരു ഫ്രോഗിൻ്റെ ഒരു ലെവൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്രോഗിൻ്റെ ലെവൽ നമുക്ക് ഊഹിക്കാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി വീട്ടിൽ പോയേക്കാം. ഒരുപാട് സന്ധ്യ കേട്ടോ, സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ അത് മീനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നമ്മൾ വാരിയിട്ടുണ്ട്, കാണിച്ചു തരാം. സന്ധ്യ നോക്ക്, അഴിക്കാൻ പറ്റുന്നില്ല. കത്തു അവിടെ നോക്കി ഹായ് പറഞ്ഞ ഹായ്. ഇത് എന്നാണേ. അയ്യോ കത്തു, ഇത് കേട്ടോ ഇത്ര വീരാട്ടോ നമുക്ക്. 1 2 3 4 5 6 7 8 9 എണ്ണം ഉണ്ട്. ഒറ്റ ഒരെണ്ണം കിട്ടിയത് നമുക്ക് 10 എണ്ണം തയ്ക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ തന്നെ ഒരെണ്ണം പൊക്കിയത് കേട്ടോ. അപ്പം കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് കാത്തൂന് കേട്ടോ, കുറച്ച് കാത്തൂനാ ഹായ് കൊടുക്കിട്ടാ. ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.